ഓക്കെ, അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ ആയിരുന്നു? ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തു, ബ്ലഡ് ബാങ്ക് എടുത്തു അല്ലെ? ചാപ്റ്റേഴ്സ് ആണ് എടുത്തത്. നെക്സ്റ്റ് ആണ് ഫോർത്ത് ചാപ്റ്റർ ആണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. ഓക്കെ, അപ്പൊ നമ്മൾ റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പോയിട്ടില്ലേ? ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പോവാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതിനെപ്പറ്റി കുറച്ച് ലൊക്കേഷൻസ് പഠിക്കാനുണ്ട്, ഫങ്ഷൻസ് പഠിക്കാനുണ്ട്, അവിടെ നടക്കുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, റേഡിയോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അല്ലെ? അപ്പൊ റേഡിയോളജി ഇപ്പൊ നമുക്ക് ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് എന്താണ്, ഇപ്പൊ നമ്മളൊന്ന് വീണു എന്ന് വിചാരിക്കാം, ഇപ്പൊ ഒരു കൈകുത്തിയാണ് വീണതെന്ന് വിചാരിക്കാം. അപ്പൊ കൈകുത്തി വീഴുമ്പോ നമുക്ക് പുറത്ത് എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര പെയിൻ ആണെന്ന് വിചാരിക്കും, ഭയങ്കര വേദനയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും അല്ലെ? വേദനയുള്ളപ്പോ എന്തായാലും അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ആദ്യം പറയുന്നത് എന്തായിരിക്കും? എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും അല്ലെ? എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. അങ്ങനെ നമ്മൾ എക്സ്റേ എടുക്കുന്നത് ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടാണ് നമ്മൾ എക്സ്റേസ് എടുക്കുന്നത്. ഇനി ആ എക്സ്റേ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ആ എക്സ്റേയിൽ നോക്കിയിട്ടാണ് ആ ബോൺസിന് അല്ലെ, ആ ഒരു കൈയുടെ ആ വേദന അനുഭവപ്പെടുന്ന ആ ഒരു ഭാഗത്തെ ബോൺസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തോ എന്തെങ്കിലും പരിക്കുകളോ പൊട്ടലുകളോ അല്ലെ ഫ്രാക്ചേഴ്സോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എവിടെയാണ് അത് കറക്റ്റ് ആയിട്ട് ആ ഫ്രാക്ചർ ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള എക്സ്റേ റിപ്പോർട്ടുകൾ നോക്കിയാല് മനസ്സിലാവും അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് നടത്തുന്നത്? ഇപ്പൊ എക്സ്റേ ആണ്, അങ്ങനെയുള്ള ഏതൊരു ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതൊരു സർവീസ് ഉപയോഗിച്ചാലും അവിടെ എന്താണ് അവിടെ ചെയ്യുന്നത്? എക്സ്റേയില് എന്താണ് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഭാഗങ്ങളുടെ ചിത്രം അല്ലെങ്കിൽ ഇമേജ് എടുക്കുകയല്ലേ അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും റേഡിയോളജി എന്ന് പറയുന്ന ഏതൊരു വിഭാഗവുമായി ബന്ധപ്പെട്ടും അവിടെ എന്താണ് പ്രധാനമായിട്ടുള്ള പ്രൊസീജിയർ വരുന്നത്? ഇമേജുകൾ എടുക്കുന്നു. അതായത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ബോഡിയുടെ ഓരോ ഭാഗങ്ങളുടെയും ഇമേജുകൾ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ ഈ ടെക്നിക്സ്. അപ്പൊ ഇവിടെ ഇമേജിംഗ് ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത്. എക്സ്റേ എന്ന് പറയുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജി. അവിടെ എന്താണ് നമ്മൾ ചെയ്തത്? അവിടെ ഉള്ളിലുള്ള ബോൺസിന്റെ ഇമേജ് അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുത്തു അല്ലെ? നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റുമോ അവിടെ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ എന്ന്? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്റേ പോലെയുള്ള ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഭാഗങ്ങളുടെയും അവയവങ്ങളുണ്ട് അതിന്റെ ഒക്കെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റേഡിയോളജി എന്ന് നോക്കി. റേഡിയോളജിയുടെ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. ഏതൊരു ഹോസ്പിറ്റലിന്റെയും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് റേഡിയോളജി, ഇനി എന്താണ് റേഡിയോളജി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ദാറ്റ് ഡീൽസ് വിത്ത് റേഡിയന്റ് എനർജി in the diagnosis and treatment of diseases by using imaging technologies. എന്താണ് റേഡിയോളജി? ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഡീൽസ് വിത്ത് റേഡിയന്റ് എനർജി അല്ലെ? റേഡിയേഷൻസ് അല്ലെ ഇവിടെ ഉപയോഗിക്കുന്നത്. റേഡിയന്റ് എനർജി അല്ലെങ്കിൽ റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇമേജിംഗ് ടെക്നോളജീസ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ? ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ആണ് അവിടെ ചെയ്യുന്നത്. ചിത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇമേജസ് എടുക്കുന്നത്? ടു ഡയഗ്നോസ് അല്ലെ? രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടും ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് അല്ലെ? ഏതൊരു പേഷ്യന്റിന്റെയും ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഏതൊരു പേഷ്യന്റ് ആണോ ആ ഒരു പേഷ്യന്റിന് രോഗനിർണയം നടത്താനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചികിത്സകൾ നൽകാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ചിത്രങ്ങൾ എടുക്കുന്നത്.
ക്ലിയർ ആയോ? അപ്പൊ റേഡിയോളജി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? റേഡിയോളജി എന്താ വെച്ചാൽ എന്താ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് രോഗത്തിനെ ഡയഗ്നോസ് ചെയ്യുന്നു, അല്ലെ, രോഗനിർണയം നടത്തുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഇമേജിംഗ്, അല്ലെ, നമ്മൾ പറഞ്ഞു ഇമേജിംഗ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഇമേജിംഗ് ടെക്നോളജി എന്നുള്ള വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ മെഡിക്കൽ ഇമേജിംഗ്, അല്ലെ, വൈദ്യശാസ്ത്രപരമായിട്ട് ഒരു ഇമേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇമേജ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ചിത്രം എടുക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് മീനിങ് നോക്കിയേ? ഇറ്റ്സ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, അല്ലെ. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? ദൃശ്യവൽക്കരണം. ഓക്കെ, നമുക്ക് മീനിങ്സ് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃശ്യവൽക്കരണം ഓഫ് ബോഡി പാർട്സ്. എന്താണ്? നമ്മുടെ ബോഡിയിലെ ഓരോ ഭാഗത്തിന്റെയും ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ടിഷ്യൂസ്, അല്ലെ, നമ്മുടെ ബോഡിയിലുള്ള ഓരോ കോശങ്ങളുടെയും വിഷ്വലൈസേഷൻ ചെയ്യാം. ദെൻ ഓർഗൻസ്, എല്ലാ അവയവങ്ങളുടെയും വിഷ്വലൈസേഷൻസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, രോഗനിർണയത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ട്രീറ്റ്മെന്റ്, എന്താണ്? ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഡിസീസ് മോണിറ്ററിംഗ്, എന്താണ്? രോഗ നിരീക്ഷണങ്ങൾ നടത്താനും കൂടി വേണ്ടിയിട്ട് എന്താ ഇങ്ങനെയുള്ള ബോഡി പാർട്സിന്റെയും ടിഷ്യൂസിന്റെയും ഓർഗൻസിന്റെയും എല്ലാം ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിനെയാണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ റേഡിയോളജിയിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എന്താണ്? ഇമേജിംഗ് ടെക്നോളജിയാണ്, അല്ലെ. ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് രോഗനിർണയം നടത്തുന്നതും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും. ഇമേജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡി പാർട്സിന്റെ ഒക്കെ ചിത്രങ്ങൾ എടുക്കുന്നതാണ് ഇമേജിംഗ് ടെക്നോളജി, അല്ലെ. അപ്പൊ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ട് ഒരു ഇമേജ് എടുക്കുക അല്ലെങ്കിൽ ഒരു ചിത്രം എടുക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോഡിയിലെ ഓരോ ഭാഗങ്ങളുടെ, അതാണ് ബോഡി പാർട്സ്, അല്ലെ, ഓരോ ഭാഗങ്ങളുടെയും ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. അതാണ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം നടത്തുന്നുണ്ട്. ദെൻ എന്താണ്? ഓരോ ഓർഗൻസിന്റെയും അല്ലെങ്കിൽ ടിഷ്യൂസിന്റെയും ഒക്കെ ദൃശ്യവൽക്കരണം നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇങ്ങനെയുള്ള രോഗനിർണയങ്ങൾ നടത്താനും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഓരോ രോഗത്തിനെയും അതിന്റെ കാരണങ്ങളെയും നിരീക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇമേജുകൾ എടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് റേഡിയോളജി എന്ന് പറയുന്നത്? റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു എസെൻഷ്യൽ പാർട്ടിലെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ. ഇനി എന്താണ് റേഡിയോളജി എന്ന് ചോദിച്ചാൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, അല്ലെ, വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇവിടെ ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് രോഗനിർണയം നടത്തുകയും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇവിടെ മെഡിക്കൽ ഇമേജിംഗ്, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇമേജിംഗ് അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുക എന്നുള്ളത് എന്തായിട്ടാണ് മീൻ ചെയ്യുന്നത്? ഇറ്റ്സ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, അല്ലെ, ബോഡിയുടെ വിവിധ ഭാഗങ്ങളുടെ ദൃശ്യവൽക്കരണം, അതുപോലെ തന്നെ ടിഷ്യൂസ് അല്ലെങ്കിൽ കോശങ്ങളുടെ ദൃശ്യവൽക്കരണം, ഓർ ഓർഗൻസ്, എന്താണ്? ഓരോ അവയവങ്ങളുടെയും ദൃശ്യവൽക്കരണം നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടി തന്നെയാണ്? ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും ആൻഡ് ഓൾസോ ഡിസീസ് മോണിറ്ററിംഗ്, അല്ലെ, രോഗങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഇമേജുകൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? റേഡിയോളജി എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് 4 ടൈപ്സിലാണ് ഇമേജിംഗ് ടെക്നോളജീസ് പറഞ്ഞിട്ടുള്ളത്. 4 ടൈപ്പ് ഓഫ് ഇമേജിംഗ് ടെക്നോളജീസ് ഉണ്ട്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് തന്നെയാണ് 4 ടൈപ്പ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി, അല്ലെ. ഇമേജിംഗ് ടെക്നോളജീസിൽ 4 തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സ്റേ, second one ultrasound scanning, third one CT scan and fourth one MRI. Okay, ഇപ്പൊ ഫസ്റ്റ് വൺ നോക്കാം, എക്സ്റേ, അല്ലെ. 4 ടൈപ്സ് ഓഫ് ഇമേജിംഗ് ടെക്നോളജീസിൽ ഫസ്റ്റ് വൺ ആണ് എക്സ്റേ എന്ന് പറയുന്നത്. ഇനി എക്സ്റേ നമുക്ക് ഫെമിലിയർ ആണ്, അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ എക്സ്റേസ് ചെയ്യാൻ പോവാറുണ്ട്. അപ്പൊ അവിടെ എക്സ്റേ ചെയ്യുമ്പോൾ എക്സ്റേ എന്താണ്? റാപ്പിഡ് പ്രൊസീജിയർ ആണ്. എന്താണ് റാപ്പിഡ് എന്നതുകൊണ്ട് മീനിങ്? പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് എക്സ്റേ? ഒത്തിരി സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണോ? ഇല്ല, പെട്ടെന്ന് തന്നെ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും?
ഫാസ്റ്റ് ആണ്. അതുപോലെ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും അല്ലെ. അപ്പം ഇത് പെട്ടെന്നുള്ളൊരു അല്ലെ ഒരു പ്രാഥമിക രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാർഗം എക്സ്റേസ് ആണ്. റാപ്പിഡ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. ആൻഡ് ഓൾസോ പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അല്ലെ. വേദന ഉണ്ടാവുന്നുണ്ടോ നമുക്ക് ഒരു എക്സ്റേ എടുക്കുമ്പോ? വേദന ഉണ്ടാവോ നമ്മുടെ ശരീരത്തിൽ? നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടാവും, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുന്നത് അല്ലെ. എന്നാൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ വേദന എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ ഒരു വേദന രഹിതമായിട്ടുള്ള പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് images of the structures within the body. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സ്റേ എടുക്കുന്നത്? ഡൺ ടു ക്രിയേറ്റ് ചെയ്യാൻ. എന്ത് ക്രിയേറ്റ് ചെയ്യാൻ? ഇമേജസ് ഓഫ് സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി. ബോഡിയിനുള്ളിലെ ഓരോ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ബോഡി ശരീരത്തിനുള്ളിലുള്ള ഘടനകളുടെ ഇമേജുകൾ എടുക്കാൻ അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. പെക്യുലർലി ദ ബോൺസ്. പ്രധാനമായിട്ടും എന്തിന്റെ ഇമേജ് എടുക്കാനാണ്? ബോൺസ് അല്ലെങ്കിൽ അസ്ഥികളുടെ ഇമേജുകൾ എടുക്കാനാണ്. അപ്പൊ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? റാപ്പിഡ് പ്രൊസീജിയർ ആണ്, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതുപോലെ തന്നെ ഒരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്, വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ആൻഡ് ഓൾസോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എക്സ്റേ എടുക്കുന്നത് നമ്മുടെ ബോഡിയിനുള്ളിലുള്ള ബോഡി സ്ട്രക്ചേഴ്സിന്റെ ബോഡിയിലുള്ളിലുള്ള ഓരോ ഘടനയെയും എന്തിനു ഇമേജുകൾ എടുക്കുന്നു അല്ലെ, ഓരോ ഘടനയുടെയും ചിത്രങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് എക്സ്റേ എന്ന് പറയുന്നത്. കൂടാതെ ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബോൺസിന് എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. കറക്റ്റ് ആയിട്ട് എവിടെയാണെന്ന് അറിയാൻ പറ്റും. കറക്റ്റ് ഫ്രാക്ചർ ഉണ്ടായിരിക്കുന്ന ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രാഥമിക രോഗനിർണയ മാർഗമാണ് ഈ എക്സ്റേ എന്ന് പറയുന്നത്. ഇനി എക്സ്റേ ഇങ്ങനെയുള്ള ബോൺസിന് മാത്രമല്ല, ചെസ്റ്റിന് എക്സ്റേസ് എടുക്കാറുണ്ട്. അതായത് ന്യൂമോണിയ പേഷ്യൻസിന് ന്യൂമോണിയ ഉണ്ടോ എന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മാമോഗ്രാമുമായി ബന്ധപ്പെട്ട് എക്സ്റേ വഴി എന്താണ് ബ്രസ്റ്റ് ക്യാൻസേഴ്സിന്റെ എന്താണ് ഡയഗ്നോസ് ചെയ്യാനായിട്ടും എന്താണ് എക്സ്റേസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബോൺസിന്റെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ഇമേജിംഗ് ടൈപ്പ് ആണ്. ഇമേജിംഗ് ടെക്നോളജിയിലെ സെക്കൻഡ് ടൈപ്പ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങുകളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ചിലർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവാം അല്ലെ, ചെയ്തവരുണ്ടാവാം ഈ കൂട്ടത്തിൽ തന്നെ. അപ്പൊ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് മേക്ക് ഇമേജസ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. യെസ്, വെരി ഗുഡ്. അഞ്ചു ഇവിടെ പറഞ്ഞു ഓൾറെഡി. എന്താണ് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസില് നമ്മൾ എന്താണ് ഫീറ്റസിന് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യവും ഒക്കെ എത്രത്തോളമായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെയും അൾട്രാസൗണ്ട് സ്കാനിങ് ഇത് തന്നെയാണ് പറയുന്നത്. അവിടെ ഇങ്ങനെയുള്ള സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് എന്താണ് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള സോഫ്റ്റ് ടിഷ്യൂസ്, വളരെ മൃദുവായിട്ടുള്ള കോശങ്ങളുടെയും ഇന്റേണൽ ഓർഗൻസ് എന്ന് പറയുന്ന ആന്തരിക അവയവങ്ങളുടെയും സോഫ്റ്റ് ടിഷ്യൂസിന്റെ ഒക്കെ ഇമേജുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോൺ ഇൻവേസീവ് പ്രൊസീജിയർ. എന്താണ് നോൺ ഇൻവേസീവ്? നമ്മൾ ഇതിൽ കുറച്ച് ടേംസ് പറയുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നോട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ എഴുതി പോവാ. നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ? മുറിവുണ്ടാക്കാത്ത. ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ? മുറിവുണ്ടാവുന്ന രീതിയിലുള്ള പ്രൊസീജിയർ ആയിരിക്കും. ഇതൊരു നോൺ ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. എന്താണ്? മുറിവുകളൊന്നും ഉണ്ടാകാത്ത ഒരു രീതിയിലുള്ള ഒരു പ്രൊസീജിയർ ആണ്. ആൻഡ് സേഫ് ടു ഒബ്സർവ് ഫീറ്റസ്. എന്താണ് ഫീറ്റസ് എന്ന് പറയുന്നത്? ഭ്രൂണം അല്ലെ, ഭ്രൂണം അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ സേഫ് ടു ഒബ്സർവ് ഫീറ്റസ് എന്താണ്? ഭ്രൂണത്തിനെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ എന്താ വളരെ സേഫ് ആയിട്ട് അല്ലെ, വളരെ സുരക്ഷിതമായിട്ട് നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് അല്ലെ. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച എത്രത്തോളമായി, അതിന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന രീതിയിലൊക്കെ അവർ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന്. ഏതാണ് സേഫസ്റ്റ് മെത്തേഡ് എന്നുള്ളത് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അതുപോലെ എക്സ്റേയുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. പ്രധാനമായിട്ടും ബോൺസുമായിട്ട് റിലേറ്റ് ചെയ്തല്ലേ, ബോൺസിനെ പ്രധാനമായിട്ടും ബോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണ്? എക്സ്റേ ടെക്നോളജിയാണ്. ദെൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങില് മറ്റൊരു കാര്യം പറയുന്നത്, ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ട്രാൻസ്ഡ്യൂസർ കേസ് എന്നാണ് കേട്ടോ അവിടെ, അതൊന്നും തിരുത്തി വെച്ചേക്കാം. ട്രാൻസ്ഡ്യൂസർ, അതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ആ ഒരു പോയിന്റ് സെന്റൻസിൽ ഓക്കെ അതൊന്ന് ശരിയാക്കി വെച്ചേക്കാം. ട്രാൻസ്ഡ്യൂസർ കേസ്. അപ്പൊ നിങ്ങളുടെ നോട്ടിൽ അത് എന്താണെന്നൊന്ന് എഴുതി വെച്ചോ. ട്രാൻസ്ഡ്യൂസർ കേസ് സ്പെല്ലിംഗ് വേണോ? TRAN, ട്രാൻ, TRANS, ട്രാൻസ്, TRANS, DUCER, ട്രാൻസ്ഡ്യൂസർ. കേസ് CASE, യെസ്, ട്രാൻസ്ഡ്യൂസർ കേസ്. എന്താണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് ഒന്ന് എഴുതി വെച്ചോട്ടാ. ഇറ്റ്സ് ആൻ അൾട്രാസൗണ്ട് മെഷീൻ. ഇറ്റ് ഈസ് ആൻ അൾട്രാസൗണ്ട് മെഷീൻ. ഇറ്റ് ഈസ് ആൻ അൾട്രാസൗണ്ട് മെഷീൻ. It emits, EMITS, it emits and receives the ultrasound waves. It emits and receives the ultrasound waves that travel through the patient's body. Okay, the transducer case in that it's an ultrasound machine. It emits and receives the ultrasound waves that travel through the patient's body. അല്ലേ? അപ്പൊ ട്രാൻസ്ഡ്യൂസർ കേസസ് എന്താണെന്ന് നോക്കി, അതൊന്ന് ജസ്റ്റ് മിസ്റ്റേക്ക് ആണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് തിരുത്തിയേക്കണം കേട്ടോ. ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ. അല്ലെ? അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ ചെയ്തവരുണ്ടോ ഈ ഒരു ഗ്രൂപ്പില്? ഉണ്ടോ? ഓക്കെ, ഉണ്ട് അല്ലെ? അപ്പോ അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണ്, ഒരു ദണ്ട് പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന ഒരു മെഷീൻ സ്കാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു മെഷീൻ ഉണ്ട്. ആ ഒരു മെഷീനെയാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റിക്ക് പോലെ അല്ലെങ്കിൽ ഒരു ദണ്ട് പോലെ ഇരിക്കുന്ന ഒരു മെഷീനാണ്. അതാണ് ട്രാൻസ്ഡ്യൂസർ കേസ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് മെഷീൻ ആണിത്. ഇനി ഈ മെഷീൻ എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് എമിറ്റ്സ് ആൻഡ് റിസീവ് ദി സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടുന്നതെന്ന് പറഞ്ഞു ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു? സൗണ്ട് വേവ്സിനെ എമിറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ സൗണ്ട് വേവ്സ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോൾ ആന്തരിക അവയവങ്ങളിൽ തട്ടിയിട്ട് പ്രതിഫലിക്കുന്നു. അപ്പൊ തിരിച്ചു വരുന്ന ആ ഒരു സൗണ്ട് വേവിനെ റിസീവ് ചെയ്യുന്നതും ഈ സെയിം മെഷീൻ തന്നെയാണ്. എമിറ്റ് ചെയ്യുന്നുണ്ട് സൗണ്ട് വേവ്സിനെ, അതുപോലെ തന്നെ തിരിച്ച് റിസീവ് ചെയ്യുന്നുമുണ്ട്. ക്ലിയർ ആയോ? ഇനി ഈ റിസീവ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് വേവ്സ് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് പോയി അവിടെ ക്രോഡീകരണങ്ങൾ നടത്തിയാണ് നമുക്ക് ആ ഒരു ഇമേജ് കാണാനായിട്ട് സാധിക്കുന്നത്. കമ്പ്യൂട്ടർ മോണിറ്ററിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ ഏത് ഭാഗത്തിന്റെയാണോ സ്കാൻ ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് സഹായിക്കുന്ന മെഷീനാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസർ കേസ് മെഷീൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ആ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും പുരട്ടാറുണ്ടോ? സ്കാൻ ചെയ്തവരെന്ന് പറഞ്ഞ് എന്തെങ്കിലും പുരട്ടാറുണ്ടോ? വെറുതെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു മെഷീനിൽ വെക്കുകയാണോ ചെയ്യുന്നത്? ഒരു ജെല്ല് പുരട്ടോ അല്ലെ? അത് തന്നെയാണ് അവിടെ പറഞ്ഞത്. സ്കിൻ ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ അല്ലെ? സ്കിന്നിന് പുറത്തായിട്ട് ഏത് ഭാഗത്താണോ സ്കാൻ ചെയ്യേണ്ടത് അവിടെ സ്കിന്നിന് പുറത്തായിട്ട് ഒരു ജെല്ല് പുരട്ടിയതിന് ശേഷം മാത്രമേ ഈ ട്രാൻസ്ഡ്യൂസർ കേസ് ഉപയോഗിച്ചിട്ട് പ്രവർത്തനങ്ങൾ നടത്തുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ജെല്ല് പുരട്ടുന്നത്? വളരെ ഈസി ആയിട്ട് എന്താണ്
അവിടെ ആ ട്രാൻസ്ഡ്യൂസർ കേസിന് അല്ലെങ്കിൽ ആ ഒരു മെഷീന് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ജെല്ലുകളൊക്കെ പുരട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ്മെന്റുകൾ നടത്തി ഓരോ ഭാഗത്തിന്റെയും കറക്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ എടുക്കുന്നു. അപ്പൊ ഈ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ട് വേവ്സ്, ഹൈ ഫ്രീക്വൻസി ഉള്ള ശബ്ദ തരംഗങ്ങൾ ബോഡിയിനുള്ളിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുന്ന ആ ഒരു സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങളാണ് നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടുന്നത്. അതുവഴി എന്തിന്റെ ഇമേജ് എടുക്കാൻ പറ്റും? സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെ ആന്തരിക അവയവങ്ങളുടെയും ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ നോൺ ഇൻവേസീവ് പ്രൊസീജിയർ. മുറിവുകൾ ഉണ്ടാക്കാത്ത ഒരു പ്രൊസീജിയർ ആണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. വളരെ സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീറ്റസിനെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ വളരെ സേഫ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട്, അല്ലെ അവരുടെ വളർച്ചയും ആരോഗ്യവും ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ സേഫ് ആയിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ കൂടി പറ്റുന്ന ഒരു സേഫസ്റ്റ് മെത്തേഡ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് മെഷീൻ ആണ്. ഇത് എന്താണ്? സൗണ്ട് വേവ്സിനെ എമിറ്റ് ചെയ്യുന്നു ആൻഡ് റിസീവ് ചെയ്യുന്നു. നമ്മുടെ ബോഡിയിലേക്ക് എമിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ തിരിച്ച് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുവഴി എന്താ? ഇത് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ സ്കിന്നിന് പുറത്തായിട്ട് ജെല്ലുകൾ പുരട്ടിയിരിക്കണം. ആൻഡ് ഓൾസോ ഇതിങ്ങനെയുള്ള മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിസീവ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് വേവ്സ് വരുമ്പോൾ അതിനനുസരിച്ച് എന്താണ്? കമ്പ്യൂട്ടറിൽ പ്രോസസ്സിംഗ് നടന്നിട്ട് നമുക്ക് ഏത് ഇമേജ് ആണോ കിട്ടേണ്ടത് ആ ഒരു ഭാഗത്തിന്റെ ഇമേജുകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മോണിറ്ററിൽ കാണാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? അൾട്രാസൗണ്ട് സ്കാനിങ്. തേർഡ് വൺ ആണ് CT സ്കാൻ. CT സ്കാൻ ചെയ്തവരുണ്ടോ ഇവിടെ? CT സ്കാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് തന്നെയാണ് കേട്ടോ. CT സ്കാൻ ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ചെയ്തവരുണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്തവരുണ്ടെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചൊക്കെ നോക്കാണ്ട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പ്രൊസീജിയർ ചെയ്തിട്ട്. അങ്ങനെ എല്ലാവർക്കും CT സ്കാൻ MRI ഒന്നും ചെയ്യാറില്ല. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസുകളൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഇതൊന്ന് എന്താണ് ഇതിനൊക്കെ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതെന്താ? കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. പ്രാഥമിക നിഗമനത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള പേഷ്യൻസിന് മാത്രമേ ഇത് ഡോക്ടേഴ്സ് അതന്നെ എപ്പോഴും എന്താണ് അധികം എല്ലാവർക്കും അങ്ങനെ ഡോക്ടേഴ്സ് കൊടുക്കാറില്ല. എന്താണ് അത്രയ്ക്ക് അതിനും അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ചെയ്യാറ് കേട്ടോ, റെഫർ ചെയ്യാറ്. അപ്പൊ എന്താണ് CT സ്കാൻ? ഇനി ഈ CT എന്ന് പറയുന്നത് ഇവിടെയും ഒരു എന്താണ് ഷോർട്ട് ഫോമും അതിന്റെ ഒരു എക്സ്പാൻഡ് ഫോമും വരുന്നുണ്ട്. എന്താണ് CT സ്കാൻ? CT സ്കാൻ നോൺ ആസ് ദ നെയിം ആസ് എ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. എന്താണ് CT എന്ന് പറയുന്ന ആ ഒരു വേർഡ് എക്സ്പാൻഡ് ചെയ്യുന്നത്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നറിയപ്പെടുന്നു. അത് നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കാറുണ്ട് കേട്ടോ. CT സ്കാൻ എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നറിയപ്പെടുന്നു. മേക്സ് ഓഫ് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ബ്ലെൻഡ് ഓഫ് മെനി എക്സ്റേ മെഷർമെന്റ്സ്, അല്ലെ? എന്താണ് ഇവിടെ CT സ്കാൻ എന്ന് പറയുന്നത്? പല എക്സ്റേ മെഷർമെന്റ്സുകളുടെ ഒരു ബ്ലെൻഡ് ആണ്, ഒരു കൂടിച്ചേരലാണ്. എങ്ങനെയുള്ളത് കൂടിച്ചേരലാണ്? കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഈ CT സ്കാനും എക്സ്റേസും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ CT സ്കാൻ എക്സ്റേ ഒക്കെ പോലെ മുൻപ് കാലങ്ങളിൽ എന്തായിരുന്നു? എക്സ്റേ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ എക്സ്റേ വഴി നമുക്ക് എന്ത് ചെയ്യാം? ശരീരത്തിനുള്ളിലുള്ള ഇമേജുകൾ അല്ലെങ്കിൽ ബോൺസിന്റെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഒക്കെ നമുക്ക് അതിന്റെ ഇമേജുകൾ എടുത്ത് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ എക്സ്റേക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു എന്താണ് പറയാ, ഒരു ന്യൂനത ഉണ്ടായിരുന്നു, ലിമിറ്റേഷൻസ്. അങ്ങനെ എക്സ്റേക്ക് പല ന്യൂനതകളും ഉണ്ടായിരുന്നു. അതിലൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്റേ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഒരു ഒബ്ജക്റ്റിന്റെ ചിത്രം എടുക്കാൻ പറ്റും, ശരിയാണ്. എന്നാൽ കൂടി ഇതൊരു സെയിം ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നുള്ള ചിത്രം മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സെയിം ആംഗിളിൽ നിന്ന്, ഒരു സിംഗിൾ ആംഗിളിൽ നിന്നുള്ള ഒരു ചിത്രം മാത്രമേ ആ ഒരു സെയിം ഒബ്ജക്റ്റിന് നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. അതേസമയം CT സ്കാൻ വന്നതോടുകൂടി ഇവിടെ 360 ഡിഗ്രിയിലുള്ള പല ആംഗിളിൽ നിന്നുള്ള ഒരു സെയിം ഒബ്ജക്റ്റിന്റെ ഇമേജ് ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൈയുടെ ബോൺസിന്റെ ആയിരിക്കും എടുക്കേണ്ടത്. എന്നാൽ പോലും അത് പല ആംഗിളിൽ നിന്നുള്ള ഇമേജുകൾ, ഒരു സെയിം ഒബ്ജക്റ്റിന്റെ പല ആംഗിളിൽ നിന്നുള്ള ഇമേജുകൾ നമുക്ക് ഈ CT സ്കാൻ വഴി കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താ നമ്മുടെ രോഗനിർണയം കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് ഈ ഒരു പ്രൊസീജിയർ സഹായിക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്താണ് CT സ്കാൻ പ്രൊസീജിയർ കുറച്ചുകൂടി എന്താണ് അഡ്വാൻസ്ഡ് ലെവലാണ് എക്സ്റേക്കാളും. ഓക്കെ,
അപ്പൊ സി ടി സ്കാൻ എന്ന് പറയുന്നത് എക്സ്റേ പോലെ തന്നെയുള്ള പ്രൊസീജിയർ ആണ് ഇവിടെയും ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് പല എക്സ്റേ മെഷർമെന്റ്സിന്റെ എന്താണ് ഒരു ബ്ലെൻഡ് ആണ് അല്ലെ, എന്തൊരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ആയിട്ടുള്ള ബ്ലെൻഡ് ആണ്. അപ്പൊ ഈ ചിത്രങ്ങൾ എങ്ങനെയാണ്, ഈ സി ടി സ്കാൻ വഴി എടുക്കുന്ന ഓരോ ചിത്രങ്ങളും അറ്റ് എ ടൈം തന്നെ നമുക്ക് കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ കമ്പ്യൂട്ടറിലാണ് ശേഖരിക്കപ്പെടുന്നത്. ആ സമയം നടക്കുമ്പോൾ ആ തത്സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പ്യൂട്ടർ മോണിറ്ററിൽ നിന്ന് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കി, TAL എന്നാണ് കൊടുത്തത്. ഇറ്റ്സ് ടേക്കൺ ഫ്രം എന്നാക്കണം കേട്ടോ, അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ, ടേക്കൺ ഫ്രം എന്നാക്കണം. ഓക്കെ, എക്സ്റേ മെഷർമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കഴിഞ്ഞിട്ട് കണ്ടോ, TAL ഫ്രണ്ട് എന്നാണ് കിടക്കുന്നത്, അതൊരു മിസ്റ്റേക്ക് ആണ്. ടേക്കൺ ഫ്രം എന്നാക്കണം കേട്ടോ, ടേക്കൺ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് ടു ജനറേറ്റ് ക്രോസ് സെക്ഷണൽ ഇമേജസ് ഓഫ് സ്പെസിഫിക് ഏരിയാസ് ഓഫ് എ ഒബ്ജക്ട് അല്ലെ. ഒരു സ്പെസിഫിക് ഏരിയ, ഒരു ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയുടെ ആയിരിക്കണം നമുക്ക് അവിടെ സ്കാൻ ചെയ്യേണ്ടത്. എന്നാൽ അതിന്റെ എന്താണ് പല സൈഡിൽ നിന്ന് ഒരു ക്രോസ് സെക്ഷണൽ ഇമേജ് അല്ലെ, പല ആംഗിളിൽ നിന്നുള്ള ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒരു ക്രോസ് സെക്ഷണൽ, പല ഒരു 3 ഡയമെൻഷണൽ പോലെയുള്ള ഒരു 36 ഡിഗ്രി 360 ഡിഗ്രിയിലുള്ള ഒരു ഇമേജുകള് നമുക്ക് ഈ സി ടി സ്കാൻ വഴി കിട്ടുന്നു. അതൊരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് അലോയിങ് ദ യൂസർ ടു സീ ഇൻസൈഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് കട്ടിങ് അല്ലെ. അപ്പൊ എന്താണ് ആ ഉപയോഗിക്കുന്ന ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സ്കാനിങ് ചെയ്യുന്നത് വഴി ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിൽ എന്തെങ്കിലും കട്ടിങ്ങോ മുറിവുകളോ ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇല്ല, അല്ലാതെ തന്നെ അല്ലെ, മുറിവുകളോ അല്ലെങ്കിൽ കട്ടിങ്ങുകളോ ഒന്നും ഉണ്ടാക്കാതെ തന്നെ ബോഡിയുടെ ഉള്ളിലുള്ള ഇമേജസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ് സേഫസ്റ്റ് മെത്തേഡുകളാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് സി ടി സ്കാൻ എന്ന് പറയുന്നത് എന്താണ് ഒരു നോൺ ഇൻവേസീവ് പ്രൊസീജിയർ തന്നെയാണ്, മുറിവുകൾ ഉണ്ടാക്കാത്ത ഒരു പ്രൊസീജിയറും കൂടിയാണ് സി ടി സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ സി ടി സ്കാൻ അല്ലെങ്കിൽ സി ടി എന്ന് പറയുന്ന വേർഡിന്റെ എക്സ്പാൻഡ് ഫോം എന്താ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്ന് പറയുന്നു. ഇനി ഇതെന്താ, ഒരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതായത് പല എക്സ്റേ മെഷർമെന്റ്സ്, അതായത് ഒരു സിംഗിൾ പോയിന്റിൽ നിന്നുള്ള സിംഗിൾ ആംഗിളിൽ നിന്നുള്ള ഇമേജ് ആണ് എക്സ്റേയിൽ കിട്ടുന്നതെങ്കിൽ പല ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഇമേജുകളെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് സി ടി സ്കാനിലൂടെ കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇനി അവിടെ എന്താണ്, നമുക്ക് ആ തത്സമയം തന്നെ കമ്പ്യൂട്ടറിലാണ് ഇതിന്റെ റെക്കോർഡ്സ് ശേഖരിക്കപ്പെടുന്നത്. തത്സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഇതിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ എന്താണ്, ഏതൊരു സ്പെസിഫിക് ഒബ്ജക്റ്റിന്റെ ആണോ കിട്ടേണ്ടത്, ആ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെ നമുക്ക് എന്താണ് ശരീരത്തിൽ ഒരു കട്ടിങ്ങുകളോ അല്ലെങ്കിൽ മുറിവുകളോ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു ഏരിയയെ നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ ചിത്രം എടുക്കാൻ അല്ലെങ്കിൽ ഇമേജ് എടുക്കാനായിട്ട് സാധിക്കുന്നു. സി ടി സ്കാൻ. നെക്സ്റ്റ് എന്താ, ഫോർത്ത് വൺ ആണ് MRI. MRIയുടെ ഫുൾ ഫോം എന്താണ്? MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, അതൊന്ന് എഴുതി വെച്ചേക്കാട്ടോ. എന്താണ് MRIയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. സ്പെല്ലിംഗ് വേണോ? മാഗ്നറ്റിക് MAGNETIC magnetic, MAGNETIC magnetic. Then resonance, RESONANCE resonance imaging. Okay, magnetic resonance imaging. MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഓക്കെ, എന്താണ് MRI നോക്കാം. It's a strong magnetic field and radio waves are used to view structure and create 3-dimensional images. എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും, ദെൻ റേഡിയോ വേവ്സും ഉപയോഗിച്ചിട്ടുകൊണ്ട് തന്നെ നമുക്ക് എന്തിന്റെ ഒരു 3-dimensional ഇമേജ്, ബോഡിയുടെ ഘടനയുടെ അല്ലെ, നമ്മുടെ ശരീരഘടനയുടെയും അവിടുത്തെ പ്രവർത്തനങ്ങളുടെയും ഒരു ഇമേജ് അല്ലെങ്കിൽ ചിത്രമെടുക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് MRI എന്ന് പറയുന്നത്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു 3-dimensional സ്ട്രക്ചർ, ഒരു ത്രിമാന ചിത്രങ്ങൾ എന്തിന്റെയാണ്, ശരീരത്തിലെ ഓരോ ഘടനയുടെയും അതിന്റെ പ്രവർത്തനങ്ങളുടെയും ചിത്രങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് MRI എന്ന് പറയുന്നത്. ആൻഡ് ഷോസ് ബ്ലഡ് ക്ലോട്ട് ഡാമേജ്. എന്താണ് പ്രധാനമായിട്ടും നമുക്ക്
കാണാൻ പറ്റുന്നത് MRI ചെയ്യുന്നതിലൂടെ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ടോൺ ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിഗമെന്റ്സ്? സന്ധികൾ എന്ന് പറയാം അല്ലെ. അതായത് ലിഗമെന്റ്സ് എന്തിനെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ബോൺസ് ടു ബോൺസ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യാം. ബോൺസിനും അല്ലെ അതന്നെ ജോയിൻ ബോൺസ് ആണ് അല്ലെ. ബോൺസ് ടു ബോൺ ആണ്. രണ്ട് ബോൺസ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നവയാണ് എന്താണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ടെൻഡൻസ്? ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്നായുക്കൾ എന്നൊക്കെ പറയുന്നു. മലയാളത്തിൽ സ്നായുക്കൾ എന്ന് പറയും. ടെൻഡൻസ് എന്താണ്? ഓക്കെ, എന്താണ് ടെൻഡൻസ് എന്ന് പറയുന്നത്? ടെൻഡൻസ് എന്താണ്? ബോൺസ് ടു മസിൽസ് ആണ്. ബോൺസും മസിൽസും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡൻസ്. ലിഗമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോൺസ് ടു ബോൺ, രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നവയാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ലിഗമെന്റ്സിലോ ടെൻഡൻസിലോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി ഇൻവേഴ്സീവ്. ഇനി മറ്റെന്തെങ്കിലും നമ്മുടെ ബോഡിയിലുള്ള ശരീരത്തിനുള്ളിലുള്ള ടിഷ്യൂസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ, എന്താണ് അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു നോർമൽ അല്ലാത്ത ഒരു കണ്ടീഷൻ, എന്തെങ്കിലും എക്സ്ട്രാ വളർച്ച ഉണ്ടാവുകയാണെങ്കിലോ അല്ല അതിന്റെ സൈസിലോ അതിന്റെ ഷേപ്പിലോ ഒക്കെ എന്തെങ്കിലും വേറെ എക്സ്ട്രാ ഒരു വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിലോ അതൊക്കെ കണ്ടെത്താനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? MRI എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ MRI മെത്തേഡ് ചെയ്യുമ്പോൾ ആ ഒരു മെഷീൻ ഒരു സൗണ്ട് വളരെ ഒരു കുറച്ച് ഉച്ചയിലുള്ള ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലർക്ക് ഇങ്ങനെ MRI ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് ചിലപ്പോൾ ഒരു അലോചനമായിട്ട് തോന്നിയേക്കാം. അതുപോലെ തന്നെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുത്ത് പോകാനായിട്ടൊന്നും സാധിക്കില്ല. ഞാൻ MRI കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് തലച്ചോറ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ നട്ടലുമായി ബന്ധപ്പെട്ട് അല്ലെ, സ്പൈനൽ കോഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ കഴുത്തുമായി ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്. ഞാൻ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കൂടുതലും MRI പ്രൊസീജിയേഴ്സ് ചെയ്യാറ്. അതോടൊപ്പം തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്കും MRIs ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ സോഫ്റ്റ് ടിഷ്യൂസിന്റെ അബ്നോർമാലിറ്റി അല്ലെ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസിനും വരുന്ന നോർമൽ ആയിട്ടുള്ള സെൽ ഡിവിഷൻസ് ഉണ്ടാവും. ഇനി അതിനെന്തെങ്കിലും അസ്വാഭാവികത വന്നാലല്ലേ അത് ക്യാൻസർ സെൽസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുപോലെയുള്ള ഓരോ സെൽസിനും എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, അതിന്റെ വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഷേപ്പിലോ എന്താണ് സൈസിലോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡിവിഷനിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അബ്നോർമാലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ അതെന്താണ് ക്യാൻസർ ട്രീറ്റ്മെന്റിനും അതുകൊണ്ട് തന്നെ MRIs ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ MRI എന്താണെന്ന് പഠിച്ചു നമ്മള്. CT സ്കാൻ എന്താണെന്ന് പഠിച്ചു, അൾട്രാസൗണ്ട് സ്കാൻ എന്താണെന്ന് പഠിച്ചു, എക്സ്റേസ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഒന്നുകൂടി വേഗം നോക്കാം. അപ്പൊ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതൊരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. വളരെ റാപ്പിഡ് ആണ് അല്ലെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ബോൺസിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ എടുക്കുന്നത് അല്ലെ, ഇമേജസ് ആണ് എടുക്കുന്നത്. ദെൻ അൾട്രാസൗണ്ട് ആണെങ്കിലോ ഇവിടെ എന്തിനാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്? ഇവിടെ ഫീറ്റസിന്റെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ സേഫ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊസീജിയർ ആണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ കടത്തി വിടുന്നു. ഏത് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സൗണ്ട് വേവ്സ് കൊടുക്കുന്നത്? ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്ന അൾട്രാസൗണ്ട് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റേ മെഷർമെന്റ്സ് തന്നെയാണ് എടുക്കുന്നത് അല്ലെ. പക്ഷെ എന്താണ്? പല എക്സ്റേ മെഷർമെന്റ്സുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു. അപ്പൊ എന്താണ്? ഒരു എക്സ്റേയിൽ ഒരു സെയിം ആയിട്ട് ഒരു സിംഗിൾ ആംഗിളിൽ നിന്നുള്ള ഇമേജ് ആണ് കിട്ടുന്നതെങ്കിൽ CT സ്കാനിൽ നിന്നും പല ആംഗിളിൽ നിന്നുള്ള ഇമേജ്, ഒരു സെയിം ഒബ്ജക്റ്റിന്റെ പല ആംഗിളിൽ നിന്നുള്ള ഇമേജുകൾ കിട്ടുന്നത് കൂടി എന്താ രോഗനിർണയം കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് ഓൾസോ എന്താണ്? ഇങ്ങനെയുള്ള ഇമേജുകൾ എടുക്കുന്നുണ്ടെങ്കിലും ബോഡിയിൽ എന്താ കട്ടിങ്ങുകളോ അല്ലെങ്കിൽ മുറിവുകളോ ഒന്നും ഉണ്ടാക്കാതെ തന്നെയാണ് നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കുന്നത്. MRI ആണെങ്കിലോ MRIയിൽ ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെയും ഒരു ത്രിമാന ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട്, ടോൺ ലിഗമെന്റ്സിനോ ടെൻഡൻസിനോ ഒക്കെ പരിക്കുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട്, അതുപോലെ ടിഷ്യൂസിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടും MRIs യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക് അല്ലെ. റേഡിയോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒത്തിരി വർക്ക് പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ വർക്കിന്റെ ബേസിസിൽ, റേഡിയോളജിക്കൽ വർക്കിന്റെ ബേസിസിൽ ഈ റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ റേഡിയോളജി മൂന്ന് ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാന്ന് നോക്കിയാൽ ഫസ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, സെക്കൻഡ് വൺ ഇന്റർവെൻഷണൽ റേഡിയോളജി, തേർഡ് വൺ
റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ എന്തിന്റെ ബേസിസിലാണ്? റേഡിയോളജിക്കൽ വർക്കിന്റെ ബേസിസിൽ മൂന്നായിട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 3 ഏരിയാസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. First one is the diagnostic radiology, second one interventional radiology, third one radiation oncology. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്താണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് നോക്കാം. ഇതെല്ലാം അവരുടെ വർക്കിന്റെ ബേസിസിൽ ഓരോ ഏരിയാസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഓരോ ഏരിയാസിനും അവരുടേതായ കുറച്ച് ഫംഗ്ഷൻസും ഡ്യൂട്ടീസും കൊടുത്തിട്ടുണ്ട്. അവരത് മാത്രമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് 3 എണ്ണം പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് വന്ന എന്താണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി അല്ലെ. എന്താണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്? എന്താണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്? ഡയഗ്നോസ്റ്റിക് നമ്മളെപ്പോഴും ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതല്ലേ ഡയഗ്നോസ്റ്റിക് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ആ ഒരു മീനിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ എന്താണെന്ന് മനസ്സിലാവും. എന്താണ്? ടു ഫൈൻഡ് ഔട്ട്. അതെ, നിരീക്ഷണം അല്ലെങ്കിൽ എന്താണ്? രോഗനിർണയം അല്ലെ, നിർണയിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ രോഗത്തിനെ ഐഡന്റിഫൈ ചെയ്യല്ലേ. രോഗനിർണയം എന്ന് പറയുന്നത് ആ രോഗമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക അല്ലെ, രോഗനിർണയം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഡയഗ്നോസ്റ്റിക്കിന്റെ കേട്ടോ. അപ്പൊ ഇവിടെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഇതെന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മറന്നു പോവുകയില്ല. അപ്പൊ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേഡിയോളജി ഏരിയ ആണ്. അപ്പൊ ഇവിടെ റേഡിയോളജിസ്റ്റുകൾ അല്ലെ, റേഡിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് റേഡിയോളജിസ്റ്റുകൾ? ഈ റേഡിയേഷൻ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് അല്ലെ. ഈ റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു ഏരിയയില് സ്പെഷ്യലൈസേഷൻ നടത്തിയിരിക്കുന്ന മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. സ്കാനിങ്ങിനൊക്കെ നമുക്ക് ഡോക്ടേഴ്സ് അല്ലെ അത് പ്രൊസീജിയേഴ്സ് ചെയ്തു തരുന്നത്. അപ്പൊ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ്. അവരെന്താണ്? ഈ ഒരു മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള റേഡിയോളജിസ്റ്റുകളാണ് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്ന ഏരിയയില് അവിടെ എന്താണ്ടാവും? റേഡിയോളജിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ഇമേജിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള എക്സ്റേസ്, അൾട്രാസൗണ്ട് സ്കാനിങ്ങുകള്, CT സ്കാനിങ് ആൻഡ് MRI പോലെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയിലെ, നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ഓരോ ശരീരത്തിലെ മൊത്തത്തിൽ അവരെന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്തുകൊണ്ട് എവിടെയാണോ ഡിസോർഡർ ഉള്ളത്, എവിടെയാണോ വൈകല്യങ്ങൾ ഉള്ളത് അത് ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് എന്ത്? റേഡിയോളജി, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, റേഡിയോളജിസ്റ്റുകൾ അല്ലെ, റേഡിയോളജിസ്റ്റ് എംപ്ലോയ് ഇമേജിംഗ് ടെക്നിക്സ്. എന്താണ്? ഏതൊക്കെ ഇമേജിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്നു? റേഡിയോളജിസ്റ്റുകള് ഇമേജിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള ഏതൊക്കെയായിരുന്നു ഇമേജിംഗ് ടെക്നിക്സ് നമ്മൾ പഠിച്ചത്? 4 ഏതൊക്കെയായിരുന്നു ഇമേജിംഗ് ടെക്നിക്സ്? എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാന്, ദെൻ ഏതായിരുന്നു? CT സ്കാന്, then MRI അല്ലെ. ഈ 4 നമ്മൾ പഠിച്ചത്. ഈ 4 ഇമേജിംഗ് ടെക്നോളജീസും ആര് ഉപയോഗിക്കുന്നു? റേഡിയോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ 4 അത് ഓരോ പേഷ്യൻസിനനുസരിച്ചായിരിക്കും കേട്ടോ. ഒരു പേഷ്യന്റിന്റെയും കണ്ടീഷൻ അനുസരിച്ച് ഈ 4 ഇമേജിംഗ് ടെക്നോളജീസും ഉപയോഗിച്ചുകൊണ്ട് ഒരു പേഷ്യന്റ് വന്നാൽ അവരുടെ ശരീരത്തിലുള്ള മൊത്തത്തിൽ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കിയിട്ട് അവരുടെ എന്താണ് എവിടെയാണോ ഡിസോർഡർ അല്ലെങ്കിൽ എവിടെയാണോ വൈകല്യം ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണോ അവർക്ക് പ്രോബ്ലം ഉള്ളത് അത് എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് ഏത് ഏരിയ ചെയ്യുന്നത്? ഡയഗ്നോസ്റ്റിക് ഏരിയ. രോഗനിർണയം നടത്തുക അല്ലെ, രോഗം എന്താണെന്നുള്ളത് നിർണയിച്ചു കൊടുക്കുക മാത്രമാണ് ഡയഗ്നോസ്റ്റിക് ഏരിയ എന്ന് പറയുന്ന ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഏരിയ ഏതാണ്? ഇന്റർവെൻഷണൽ റേഡിയോളജി. അപ്പൊ അതും കൂടി പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത് റേഡിയോളജി that focuses on the using minimally invasive interventional procedure. എന്താണ് ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയിൽ എന്താണ്? ഒരു മിനിമലി ഇൻവേസീവ് ഇന്റർവെൻഷണൽ പ്രൊസീജിയർ ആണ്. എന്താണ് മിനിമലി ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ? എന്താ? മുറിവുണ്ടാകുന്ന അല്ലെ. അപ്പൊ ഇവിടെ ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഈ ഒരു പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു ഏരിയയില് കുറച്ച് പ്രൊസീജിയേഴ്സ് അവർ ചെയ്യുന്നുണ്ട്. എന്തുമായി ബന്ധപ്പെട്ടിട്ട്? നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ്. എന്താണ് ഇവിടെ? രോഗനിർണയം നടത്തുക മാത്രമല്ല അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള
ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഏരിയയും ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡയഗ്നോസ്റ്റിക് ഏരിയയില് എന്താണോ ഒരു ഡിസോർഡർ അവരുടെ ബോഡി ഫുള്ള് ത്രൂ ഔട്ട് ചെക്ക് ചെയ്തതിനു ശേഷം എവിടെയാണോ ആ ഒരു ഡിസോർഡർ ഉള്ളത് അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിൽ ഡ്യൂട്ടി എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? എക്സ്റേസ് ചെയ്ത് നോക്കാം, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം, CT സ്കാൻസോ MRIസോ ഒക്കെ ചെയ്ത് നോക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിസീസ് ഡിസോർഡർ എവിടെ അവരുടെ ബോഡിയിൽ ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ ചെയ്യുന്നത്. എന്നാൽ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുമ്പോ അവിടെ എന്താണ് വ്യത്യാസം? അവിടെ ഡയഗ്നോസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവരെന്ത് കുടിച്ച് കൊടുക്കുന്നുണ്ട്? ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അവിടെ ട്രീറ്റ്മെന്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. That is radiology that focuses on using minimally invasive, വളരെ ചെറിയ രീതിയിലുള്ള മുറിവുകളോ ദ്വാരങ്ങളോ ഒക്കെ അവരുടെ ശരീരത്തിൽ ഈ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഇവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്താണ്? അതൊരു നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് കൂടിയാണ്. എന്താണ്? മേജർ ആയിട്ടുള്ള ഓപ്പൺ സർജറീസോ കാര്യങ്ങളോട് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അതെന്താണ് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റുകളാണെന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള സർജറീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതെ, സർജറീസ് പോലെയുള്ള കാര്യങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ പക്ഷെ അവരുടെ ബോഡിയിൽ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലുള്ള മുറിവുകളോ ദ്വാരങ്ങളോ ഉണ്ടാകുന്നുണ്ട് താനും. ക്ലിയർ ആയോ? ഇവിടെ എന്ത് ചെയ്യുന്നു? ഡയഗ്നോസ് മാത്രമല്ല ഇവിടെ ട്രീറ്റ്മെന്റുകളും പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കിയേ. ഇതിൽ താഴെ വരുന്ന പ്രധാനമായിട്ടും ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ദാറ്റ് ഈസ് ആൻജിയോഗ്രാഫി, ആൻഡ് ഓൾസോ ബയോപ്സി പ്രൊസീജിയേഴ്സ് പഠിക്കാനുണ്ട്, കാർഡിയാക് കത്തീറ്ററൈസേഷൻ പഠിക്കാനുണ്ട്, ആൻഡ് ഓൾസോ ആൻജിയോപ്ലാസ്റ്റിയും പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഫസ്റ്റ് വൺ തന്നെ നോക്കാം. ഇതിൽ വരുന്ന പ്രൊസീജിയേഴ്സിൽ ഏതൊക്കെയാണ് ആദ്യത്തെ നോക്കാം. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ, രക്തക്കുഴലുകൾ ഉണ്ട് അല്ലെ, നമ്മുടെ ബോഡിയിലെ രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രക്തക്കുഴലുകളുടെ ചിത്രം എടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കുന്നത്? ആ ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കുന്നത് അല്ലെ. ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്നും പറയുന്നു. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൻജിയോഗ്രാം, ആൻജിയോഗ്രഫി, ബയോപ്സി ഇല്ലേ, കാർഡിയാക് കത്തീറ്ററൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കേട്ടിട്ടുണ്ടാവാറോ? അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ പേരെങ്കിലും കേൾക്കാത്തവരുണ്ടാവില്ല. അപ്പൊ ഇവിടെ ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ബ്ലഡ് വെസൽസിന്റെ ചിത്രം എടുക്കുന്നു. എന്താണ്? ബ്ലഡ് വെസൽസിനുള്ളിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇമേജുകൾ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതിന് എന്തെങ്കിലും ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെ, എത്ര ബ്ലോക്കുകൾ ഉണ്ട്, എവിടെയാണ് കറക്റ്റ് ബ്ലോക്കിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജുകളിലൂടെ, ചിത്രങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊസീജിയർ ആണ് ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ മാത്രമല്ലോ. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണ്? ആൻജിയോഗ്രഫി ആണ്. അല്ലെങ്കിൽ എന്താണ് ആൻജിയോഗ്രഫി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തണം? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് മാത്രമേ എഴുതിയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പോവണ്ട. പക്ഷെ നിങ്ങൾ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ആൻജിയോഗ്രഫി അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് വെസൽസിന്റെ ചിത്രം എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഇൻവേസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് അല്ലെ. ചെറിയ മുറിവുകളോ ദ്വാരങ്ങളോ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആൻജിയോഗ്രഫി ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ചെറിയ മുറിവുകളോ ദ്വാരങ്ങളോ അവരുടെ ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആൻജിയോഗ്രഫി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കൈകളിലാണ് അല്ലെങ്കിൽ എന്താണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഏത് ഭാഗവുമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഏതൊരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതലും കേൾക്കാറ്? ഏത് ഒരു ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട കേൾക്കാറ്? ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു എന്നൊക്കെ ഏത് ഭാഗത്തിന്റെ വരുന്ന പ്രോബ്ലംസ് ആണ് കൂടുതലും കേൾക്കാറ്? അതെ, ഹാർട്ട് ആണ് അല്ലെ. അപ്പൊ ഹൃദയമാണ്. കാരണം എന്താണ്? ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ പമ്പിങ് ഓർഗൻ ആണ് അല്ലെ. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ബ്ലഡ് വെസൽസിന്റെയും അവസാനം ഈ ബ്ലഡ് വെസൽസിലുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹാർട്ടിൽ നിന്നാണ് അല്ലെ. ഹാർട്ടിലേക്ക് ഈ എല്ലാ ബ്ലഡ് വെസൽസും എന്താണ് എത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഹാർട്ടിലോട്ട് അല്ലെങ്കിൽ
ഹൃദയത്തിലേക്ക് ഇങ്ങനെയുള്ള ബ്ലഡ് വെസൽസ് പോകുമ്പോൾ ആ ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് അടഞ്ഞു പോവുകയാണെങ്കിൽ ഈ ബ്ലഡ് നല്ല രീതിയിൽ ആ ഹാർട്ടിലോട്ട് ഫ്ലോ ചെയ്ത് എത്തുമോ? ഇല്ല. അപ്പൊ എന്താ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു എന്താണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്ന പ്രൊസീജിയർ വഴി ഈ ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് വെസൽസിന് പ്രധാനമായിട്ടും കൈകളിലൊക്കെയാണ് ചെയ്യാറ്. അവിടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട് കൈകളില് ചെറിയ മുറിവുകളോ ദ്വാരങ്ങളോ ഉണ്ടാക്കുന്നു. ആ ഒരു ദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ മുറിവുകളിലൂടെയോ ഈ ബ്ലഡ് വെസൽസിലേക്ക് ചെറിയ പ്ലാസ്റ്റിക് ട്യൂബുകളായിട്ടുള്ള കത്തീറ്ററുകൾ കടത്തിവിടുന്നു. വളരെ നാരോ ആയിട്ട് വളരെ ചെറിയ എന്താണ് കത്തീറ്ററുകൾ. എന്താണ്? ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്. അതിന് അറിയപ്പെടുന്ന പേരാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കത്തീറ്ററുകൾ നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടെ അനായാസമായിട്ട് കടന്നു പോകും. അപ്പൊ ഇങ്ങനെയുള്ള കത്തീറ്ററുകൾ കടത്തിവിടുമ്പോ എന്താണ് ഈ കത്തീറ്ററുകൾ കടന്നു പോകുന്ന ഭാഗമെല്ലാം നമുക്ക് സ്ക്രീനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കത്തീറ്ററുകൾ കടന്നു പോകുന്ന ആ ഒരു പാസേജ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് ഏതെങ്കിലും ബ്ലോക്ക് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ ആ കത്തീറ്റർ എന്ത് ചെയ്യും? ആ വഴി കടന്നു പോകോ? ഇല്ല. അപ്പൊ എവിടെയാണ് കറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ഉള്ളത് എന്ന് ഈ കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എത്ര എണ്ണം ഉണ്ട് അല്ലെ, എത്ര സ്ഥലങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു പ്രൊസീജിയർ വഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് ഇവിടെ ആൻജിയോഗ്രാഫിയിൽ ചെയ്യുന്നത്. ആൻജിയോഗ്രാഫിയിൽ ഈ ബ്ലഡ് വെസൽസിന്റെ ഇമേജുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുന്നത് വഴി നമുക്ക് എത്രത്തോളം ബ്ലോക്കുകൾ ഈ ബ്ലഡ് വെസൽസിൽ എത്രത്തോളം ബ്ലോക്കുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം ബ്ലഡ് എന്താണ് ബ്ലഡ് വെസൽസ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് അടഞ്ഞിരിക്കുന്നത് അല്ലെ, അടഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് വികസിച്ചിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ബ്ലഡ് കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്ത് പോവാത്ത ഒരു ഏരിയ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടും. അതാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ആൻജിയോഗ്രഫി എന്താണെന്നുള്ളത്? ഇനി നെക്സ്റ്റ് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി പറയും. അപ്പൊ രണ്ടും കൂടി തിരിഞ്ഞു പോകരുത് കേട്ടോ. അതിനു വേണ്ടിയാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. രണ്ടിലും എന്താണ് ചെയ്യുന്നത്? അവിടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ ഇമേജുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുന്നത് വഴി എത്രത്തോളം ബ്ലോക്കുകൾ നമ്മുടെ ഈ ബ്ലഡ് വെസൽസിൽ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഓക്കെ, ചിത്രം ഏതാണ്? കത്തീറ്ററുകൾ കടത്തിവിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഇനി ഈ പ്രൊസീജിയർ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കത്തീറ്ററുകൾ റിമൂവ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്താണ് പോകുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ വെറുതെ പറയുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ഇട്ട് പറയാം കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എവിടെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ആൻജിയോഗ്രഫി ഉപയോഗിക്കുന്നത് അല്ലെ. ചിത്രം എടുത്ത് എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കുന്നു. ഇനി അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ആൻജിയോഗ്രഫി നമുക്ക് ഏതൊരു രോഗം നമ്മൾ കണ്ടുപിടിച്ചാൽ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ അറിയണ്ടേ, അങ്ങനെയുള്ള ലൊക്കേഷൻ എവിടെയാണ്, എത്ര ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആൻജിയോഗ്രഫി വഴി ഇമേജുകളിലൂടെ കിട്ടുന്നു. അതിനുശേഷം ആ ബ്ലോക്കുകൾ മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്, ആ മാറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നെടുത്ത ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കി വേഗം. എന്നിട്ട് ഇത്രയും പോർഷൻസ് ഒന്ന് വേഗം വായിച്ചു നോക്കി. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്താം. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ വരെ ആൻജിയോഗ്രാഫി വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ആൻജിയോഗ്രാഫി വരെ എടുക്കുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്താന്ന് ജസ്റ്റ് പറഞ്ഞത് എനിക്ക് ഇതിനോട് അനുബന്ധിച്ചുള്ളത് കൊണ്ടൊന്ന് പറഞ്ഞത് മാത്രം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബയോപ്സി പ്രൊസീജിയർ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? വേഗം ചോദിക്കുക. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ടോ? ക്ലിയർ ആയോ? ആൻജിയോഗ്രഫി ആണോ ചോദിച്ചത്? ഓക്കെ, ആൻജിയോഗ്രഫി അല്ലെ.
ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഒത്തിരി രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് എവിടെയാണെന്ന് കറക്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ? നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്ന് നോക്കി നമുക്കത് മനസ്സിലാവോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യണം? അതിനുള്ളിലുള്ള രക്തക്കുഴലുകളുടെ ഉള്ളിലുള്ള ഇമേജുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് ആ ബ്ലോക്ക് എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ ചിത്രങ്ങൾ എടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ശ്രുതി, ലിഗമെന്റ്സ് ആണോ? ലിഗമെന്റ്സ് സന്ധികള്, ടെൻഡൻസ്, സ്നായുക്കള്. ലിഗമെന്റ്സ് എന്താണ്? നമ്മുടെ ബോൺസ് ടു ബോൺസ്, രണ്ട് ബോൺസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടിഷ്യൂസ് ആണ് ലിഗമെന്റ്സ്. ടെൻഡൻസ് ആണെങ്കിലോ മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നവയാണ്. ആർക്കും ഡൗട്ട്സ് ഇല്ല? ഈ ഒരു ചാപ്റ്റർ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചിരിക്കണം കേട്ടോ. മറ്റു ചാപ്റ്റർ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിനെയൊക്കെ പോലെ ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ല ഇനിയുള്ള ചാപ്റ്റേഴ്സ്. വളരെ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. എന്നാൽ പോലും അത് വ്യക്തമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ആൻജിയോഗ്രഫി, എന്താണ് ബയോപ്സി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആൻസർ ചെയ്തണ്ടേ? ഇപ്പൊ ബയോപ്സി പ്രൊസീജിയർ എന്താണ്? പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ ഫെമിലിയർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന കുറെ ടേംസ് ഒക്കെ തന്നെയാണ് ഇത് അല്ലെ. അപ്പൊ അത് ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കുമ്പോ അല്ലെങ്കിൽ എന്താണ് ആൻജിയോഗ്രാം, നമ്മളങ്ങനെ ആൻജിയോഗ്രാം ചെയ്തു അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഓരോ പോയിന്റ്സ് മാത്രമേ. അബ്നോർമാലിറ്റി, ഇൻവേഴ്സീവ് എന്ന് പറയുന്നത് അതൊരു ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ. അബ്നോർമാലിറ്റി എന്താണ്? അതുപോലെ തന്നെ ഇൻവേഴ്സീവ് ആണ്. എന്താണ്? ഇങ്ങനെ സോഫ്റ്റ് ടിഷ്യൂസ് വരുന്ന അബ്നോർമാലിറ്റീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ MRIs എന്ന് പറയുന്നത് നോൺ ഇൻവേഴ്സീവ് ആണ് കേട്ടോ. അത് നോൺ ഇൻവേഴ്സീവ് ആണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻവേഴ്സീവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, നോൺ ഇൻവേഴ്സീവ് ആണ് അല്ലെ. നമ്മുടെ MRI ചെയ്യുന്നവരുണ്ടോ? ഇല്ലേ? MRI ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിന്റെ വീട്ടിലോ? അല്ലെങ്കിൽ എന്താണ് കസിൻസിനോ ആർക്കെങ്കിലും റിലേറ്റീവ്സിനോ ഒക്കെ MRI ചെയ്തവരുണ്ടോ? പരിചയമുള്ളവരുണ്ടോ ആരെങ്കിലും? ഉണ്ട് അല്ലെ. അപ്പൊ MRIസിൽ അവർക്ക് എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? MRI ചെയ്തു വന്നപ്പോ ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ഈ എല്ലാ പ്രൊസീജിയറും പ്രധാനമായിട്ടും എന്താണ്? നോൺ ഇൻവേഴ്സീവ് തന്നെയാണ് അല്ലെ. പെയിൻ ഫ്രീ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. പിന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ്, അത് ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, എക്സ്റേയും അൾട്രാസൗണ്ട് ഒക്കെ പെട്ടെന്ന് കഴിയും. എന്നാൽ CT സ്കാൻ, MRI പോലെയുള്ളവ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ആൻഡ് ഓൾസോ കോസ്റ്റ്ലിയും ആയിരിക്കും. ഓക്കെ മാം, ആൻജിയോഗ്രാഫിയില് ഡയഗ്നോസ് ചെയ്തിട്ട് ബയോപ്സി പ്രൊസീജിയറിൽ എന്താണ്? ബയോപ്സി ഞാൻ പറഞ്ഞില്ലല്ലോ. ബയോപ്സി എന്ന് ഞാൻ പറഞ്ഞ ക്ലാസ്സില്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബയോപ്സി പ്രൊസീജിയർ തുടങ്ങി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ആൻജിയോഗ്രഫി വരെയാണ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ആരാണ് ചോദിച്ചത്? അഫ്സീനയാണോ ചോദിച്ചത്? അഫ്സീന. മാം ക്ലിയർ ആയി. ഇടയ്ക്ക് ഞാൻ കുട്ടീനെ കടത്താൻ പോയിട്ടുണ്ടായി. ഓക്കെ, ബയോപ്സി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോ അതിനുള്ള ടൈം നമുക്ക് കഴിയാറായല്ലോ. അപ്പൊ ബയോപ്സി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കുറച്ച് ടൈം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ബയോപ്സി മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ആൻജിയോഗ്രഫി വരെയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ആൻജിയോഗ്രഫി വരെ ഞാൻ കേട്ടിനി. പിന്നെ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇടയ്ക്കല്ലോ പറഞ്ഞു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് അത് എന്താണെന്നുള്ള വ്യത്യാസം പറഞ്ഞു തന്നതാണ് കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആയോ? ഈ എക്സ്റേ, അൾട്രാസൗണ്ടും CT സ്കാൻ, MRI ഒക്കെ മനസ്സിലായോ? MRI സ്കാനിങ് ഇല്ലേ? MRI അത് വലിയ സ്കാനിങ് എന്നല്ലേ പറയപ്പെടുന്നത്? അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി പറഞ്ഞില്ലേ, എല്ലാ പേഷ്യൻസിനും അവരങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല അല്ലെ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ എന്താണ് കൂടുതലായിട്ട് നല്ല രീതിയിൽ എന്താണ് രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളത്. പറഞ്ഞത് എന്താ, കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല. അപ്പൊ അത്രയും എന്താണ് ട്രീറ്റ്മെന്റുകൾ അത്രയും അധികം പ്രാഥമിക രോഗനിർണയങ്ങളിൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള കേസുകൾ വരുമ്പോഴാണ് ഡോക്ടേഴ്സ് MRIs പ്രിഫർ ചെയ്യാറ്. CT സ്കാനും MRIs ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തായിരുന്നു സിന്ധുവിന്റെ ഡൗട്ട്? വേറെ എന്തായിരുന്നു മാം? ആൻജിയോഗ്രാം ചെയ്യുമ്പോഴേ
ഒരു ഇൻസ്ട്രുമെന്റ് വിടുന്നില്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആ ബ്ലോക്ക് കത്തീറ്റർ കത്തീജസാ കത്തീറ്റേഴ്സ് KAJI കെ അല്ല CA CA TH TH ER കത്തീറ്റർ ഓക്കെ CATHETER കത്തീറ്റർ CATHETER ഓക്കെ മാം ഓക്കെ ഇപ്പൊ പിന്നെ ആ ബ്ലോക്ക് അല്ല മാം പിന്നെ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ആ ബ്ലോക്ക് എടുക്കുന്ന ഇതിനെന്താ പറയാ മാം എന്താണ് ക്ലിയർ ആയില്ല ആ ബ്ലോക്കിന് ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തില്ല ആ കത്തീറ്റർ ഓക്കെ ബ്ലോക്ക് മാറ്റുന്നതാണോ പറയുന്നത് അതെ 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 ബ്ലോക്ക് മാറ്റുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് ഞാൻ പറഞ്ഞത് ആൻജിയോപ്ലാസ്റ്റി ഓക്കെ ഓക്കെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ മാം ഓക്കെ അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ ഓക്കെ മാം. താങ്ക് യു താങ്ക് യു മാം.